കർക്കിടക ദിവസമല്ലേ എന്ന് വിചാരിച്ചിട്ടൊരു പായസം ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഉണ്ടാക്കാൻ ലേറ്റായിപ്പോയി. അതിൻ്റെ പേരിൽ നമ്മളിന്ന് പായസമല്ല, അടപ്രഥമനാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ചൗരി വേവിച്ചു, എന്നിട്ട് രണ്ടാം പാല് നമ്മളിതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് ചൗരി അടപ്പിൽ നല്ലപോലെ ഇത് വെന്ത് ഇരിക്കുകയാണ്. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ നന്നായിട്ട് ചൗരി നന്നായി വെന്തതിന് ശേഷം നമുക്ക് നമ്മുടെ അട വേവിച്ച് വെച്ച് വെള്ളത്തിലിട്ട് കഴുകി വാരി വെച്ചിരിക്കുന്ന അടയാണ്. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നല്ലതുപോലെ വെള്ളത്തിൽ പുഴുങ്ങി എടുത്ത് മാറ്റി വെച്ചതാണ്. നമുക്കെന്നിട്ട് ഇതിനകത്തോട്ട് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ചക്കര പാനി കാച്ചിയത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ശർക്കരപ്പാനിയും കൂടി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാം തിളച്ചതിന് ശേഷം ആവശ്യമുള്ള ശർക്കരപ്പാനി നമുക്ക് പായസത്തിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി മധുരം എത്ര വേണോ എന്ന് ചോദിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. ബാക്കി ഇവിടെ ഇരിക്കട്ടെ. നമുക്കതൊന്ന് തിളച്ചതിന് ശേഷം ബാക്കി നമുക്ക് നോക്കാം. ഇത് തിളച്ച് ഒന്നുകൂടെ കുറുകിയതിന് ശേഷം വേണം നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാൻ. അതുവരെ ഇതൊന്ന് തിളച്ചതിന് ശേഷം നോക്കാം. ഇനി നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാല് നമുക്ക് ഒഴിച്ച് ഒന്നും അധികം തിളപ്പിക്കേണ്ട. ചൂടായി വരുമ്പോൾ തന്നെ നമുക്കിത് ഓഫാക്കണം. അതിനിടയ്ക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നമുക്ക് നെയ്ക്കകത്ത് ഇട്ട് കൊടുക്കാം. നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നെയ്ക്കകത്ത് ഇട്ട് കൊടുത്ത് അതൊന്ന് വറുത്ത് കോരി എടുക്കാം. നമ്മുടെ മുന്തിരിങ്ങ ഒന്ന് കഴുകി വാരി വെച്ചിരിക്കുന്നതാണ്. കഴുകില്ല, എല്ലാവരും വെയിലത്തൊക്കെ ഇട്ട് അഴുക്കൊക്കെ ഇട്ട് ഉണക്കുന്നതല്ലേ. അതുകൊണ്ട് നമ്മൾ കഴുകി വാരി എടുത്ത മുന്തിരിങ്ങയും കൂടെ ഇട്ട് കൊടുക്കും. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് നമ്മുടെ അടപ്രഥമനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പായസം അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നെയ്ക്കകത്ത് വറുത്തതും കൂടെ ഇട്ട് കൊടുത്ത് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പായസമൊക്കെ റെഡിയായി കുറുകി ഒക്കെ വന്നിട്ടുണ്ട്. ഇനി ശകലൂടെ തണുക്കുമ്പോഴത്തേക്ക് ഒന്നുകൂടെ കുറുകി കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മുടെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടപ്രഥമനാണിത്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.